അതിനുമുമ്പ് നമ്മൾ പോകുന്നത് പാലക്കാട്ടേക്കാണ്. പാലക്കാട് CPM നേതാവ് PK ശശിക്കെതിരെ കൂടുതൽ സഹകരണ ബാങ്ക് ഭരണസമിതികൾ രംഗത്തിറങ്ങുന്നുവെന്ന വാർത്തയാണ്. PK ശശിയുടെ സമ്മർദ്ദത്തെ തുടർന്ന് മണ്ണാർക്കാട്ടെ കോളേജിൽ നടത്തിയ നിക്ഷേപങ്ങൾ പിൻവലിക്കാൻ CPM നേതൃത്വം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. PK ശശി ചെയർമാനായ മണ്ണാർക്കാട് യൂണിവേഴ്സൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഓഹരികൾ പിൻവലിക്കാൻ കുമരംപുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തീരുമാനിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് CPM നിയന്ത്രണത്തിലുള്ള മറ്റു ബാങ്കുകളും സമാന നടപടിക്കൊരുങ്ങുന്നത്. അലനല്ലൂർ സർവീസ് അർബൻ ബാങ്ക്, മണ്ണാർക്കാട് റൂറൽ ബാങ്ക്, മണ്ണാർക്കാട് എംപ്ലോയീസ് സൊസൈറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളാണ് ഈ കോളേജിൽ കോടികളുടെ നിക്ഷേപങ്ങൾ നടത്തിയത്. പാർട്ടി അനുമതിയില്ലാതിരുന്നിട്ടും PK ശശി സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ട് മാത്രമാണ് ഈ സഹകരണ സ്ഥാപനങ്ങൾ ഓഹരികൾ എടുത്തത്. ഓഹരികൾ പിൻവലിക്കാൻ PK ശശിക്ക് പിന്തുണയുള്ള ഭരണസമിതികൾ തയ്യാറായില്ലെങ്കിൽ കടുത്ത നടപടികൾ സ്വീകരിക്കാനാണ് CPM നേതൃത്വത്തിന്റെ തീരുമാനം. സഹകരണ ബാങ്കുകളിലെ നിയമനങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. കോളേജിന്റെ നിലനിൽപ്പിനായി വിദ്യാർത്ഥികളെ സ്പോൺസർ ചെയ്യാനും ബാങ്കുകൾ പണം നൽകിയിട്ടുണ്ട്. ഒരു കുട്ടിക്ക് 3 വർഷത്തേക്ക് 40,000 രൂപ വീതമാണ് ഇത്തരത്തിൽ നൽകിയിട്ടുള്ളത്. ചെറുകിട ക്രെഡിറ്റ് സൊസൈറ്റികളിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം പിൻവലിക്കാനാണ് നിർദ്ദേശം. പാർട്ടി അനുമതിയില്ലാതെ ഇത്തരം ഇടപെടലുകൾ നടത്തിയ PK ശശിക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ന്യൂസ് 18 പാലക്കാട്.